അസ്സലാമു അലൈക്കും. ഒരു സാധാരണക്കാരിയായ ഒരു വീട്ടമ്മക്ക് ഏറ്റവും സിമ്പിളായ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് പുട്ട്. 3 ദിവസം കൂടുമ്പോൾ അതിലൊരു ദിവസം നമ്മുടെ വീട്ടിൽ പുട്ടായിരിക്കും. ശരിയല്ലേ? എല്ലാ വീട്ടിലെയും അവസ്ഥയല്ല ട്ടോ പറഞ്ഞത്. എന്നാലും മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനിവിടെ 4 വിധം പുട്ടുണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാന്ന് കണ്ടു നോക്കാം. സാധാരണയായി സ്റ്റീം ചെയ്തു വരുന്ന അരിപ്പൊടി പുട്ടാണ് ആദ്യം കാണിക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാനിവിടെ അളവ് പറയുന്നത്. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ബൗളിലേക്കായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് 1 കപ്പ് തന്നെയാണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. പുട്ടുപൊടി ചേർത്ത് കൊടുത്ത് ഇളക്കൊന്നും വേണ്ട, അത് അതേപോലെ മൂടി വെക്കാം. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ഈ പുട്ടുപൊടി വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടാവും. കുഴച്ചു നോക്കിയാൽ ഇതുപോലെ ഇരിക്കും. എല്ലാ പുട്ടുപൊടിക്കും വെള്ളത്തിന്റെ കണക്ക് ഒന്നല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്ന പുട്ടുപൊടിയുടെ കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് തേങ്ങക്ക് അത്രത്തോളം വലിയൊരു കണക്കൊന്നുമില്ല കേട്ടോ. തേങ്ങ അത്യാവശ്യം നല്ല പോലെ ഇട്ട് കൊടുത്താൽ അത്രയും പുട്ടിന് രുചി കൂടും എന്ന് മാത്രം. കുറ്റിയിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക, തേങ്ങ ഇട്ട് കൊടുക്കുക. ഇത് 2, 3, 4 ഘട്ടങ്ങളായിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ അതിനനുസരിച്ചുള്ള കഷ്ണങ്ങളായി മാറും. പുട്ടുപാനിയിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ചു തുടങ്ങിയാൽ ഈ കുറ്റി മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. നല്ലപോലെ ആവി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലായിട്ട് ഇതിന്റെ മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ 3 മിനിറ്റ് സമയം നല്ലപോലെ ആവി കയറ്റി കൊടുക്കണം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കുറ്റിയിൽ തന്നെ 2 മിനിറ്റ് സമയം കൂടി പാനിക്ക് മുകളിലായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഈ പുട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. ഈ പുട്ടാണ് വൈകുന്നേരം വരെ വെച്ചാലും ഒരു പ്രശ്നവും വരാത്ത പുട്ട്. ഇനി ഗോതമ്പ് പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഗോതമ്പ് പുട്ടുപൊടിയാണ്. അരിപ്പൊടി പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ പുട്ട് പോലെയല്ല ഗോതമ്പ് പൊടി കൊണ്ടുള്ള പുട്ടുണ്ടാക്കുന്നത്. ഈ പുട്ടുപൊടി കുഴച്ചെടുക്കുന്ന രീതിക്ക് മാറ്റമുണ്ട് കേട്ടോ. മറ്റേത് ബൗളിലേക്ക് വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തതാണ്. ഇത് അങ്ങനെയല്ല, ഇത് പൊടിയിലേക്ക്. ഞാൻ പറഞ്ഞ 1.5 കപ്പ് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളത്തിലേക്കാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്ത് അലിയിച്ചെടുത്തിട്ടുള്ളത്. ആ വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ച ഉടനെ തന്നെ കുഴച്ചെടുക്കാനും പാടില്ല. കുറഞ്ഞൊരു സമയം കാത്തു നിന്നതിന് ശേഷമാണ് കുഴച്ചെടുക്കേണ്ടത്. വീണ്ടും കുറച്ച് ഭാഗം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, സമയം കാത്തു നിൽക്കുക, കുഴച്ചെടുക്കുക. അങ്ങനെ 3-4 തവണയായിട്ട് കുഴച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇവിടെ ഞാൻ എടുത്ത വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. ശേഷം മൂടി തുറന്ന് നോക്കിയാൽ വെള്ളത്തിന്റെ കുറവുണ്ട് എങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുഴച്ചു കൊടുക്കുക. ഇതിനിപ്പോൾ ഒരു കുറവില്ല, പാകമാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് തേങ്ങ. അരിപ്പുട്ടിന് എടുത്ത പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 തവണകളായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുട്ട് കിട്ടുമ്പോൾ 3 കഷ്ണങ്ങളായിട്ട് മാറും. ഇനി പറഞ്ഞ പോലെ തന്നെ വേവിച്ചെടുക്കുക. അരിപ്പൊടിക്ക് 3 മിനിറ്റ് ആണ് വേവിച്ചതെങ്കിൽ ഇവിടെ വരുമ്പോഴേക്കും 4 മിനിറ്റ് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്താലും 2 മിനിറ്റ് സമയം പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷമാണ് പുട്ട് എടുക്കേണ്ടത്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുക. ഇനിയാണ് റാഗി പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അരിപ്പുട്ട് പോലെയുമല്ല, ഗോതമ്പ് പുട്ട് പോലെയുമല്ല റാഗിപ്പുട്ടിനെ കുഴച്ചെടുക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. 3/4 കപ്പ് റാഗിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് പാനിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ടൈം 5-6 മിനിറ്റ് സമയം വരെ മീഡിയത്തിനും ലോക്കും ഇടയിലായിട്ടാണ് വറുത്തെടുക്കേണ്ടത്. അടി പിടിക്കാനും പറ്റൂല, കരിഞ്ഞു പോവാനും പാടില്ല. നല്ലപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മണം വരും. ആ മണം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നോക്കിയാലും അത് അറിയാൻ പറ്റും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നതിന് വേണ്ടി മാറ്റി കൊടുക്കുക. ചൂടാറിയതിന് ശേഷം കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നെയ്യ് ചേർത്തുണ്ടാക്കുന്ന ഈ പുട്ടുണ്ടല്ലോ വല്ലാത്ത രുചിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുന്നത് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലായിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക, കുറഞ്ഞൊരു സമയം കാത്തു നിൽക്കുക, എന്നിട്ട് കുഴച്ചെടുക്കുക. വീണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. പുട്ടുപൊടിക്ക് നനവുണ്ടാവണം കേട്ടോ. നനവില്ലാത്ത പുട്ടുപൊടി അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. നനച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു സമയം കാത്തു നിന്നാൽ മതി. പുട്ടിന് ആവശ്യമായ വെള്ളം ചേർത്ത്
നനച്ചെടുത്തതിന് ശേഷം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് പുട്ട് ചുട്ട് എടുക്കുന്നതെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും ഇതിലെ വെള്ളം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോഴാണ് പുട്ട് ഇതുപോലെ ആയി വരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ സമയത്തിന് ശേഷം കുറ്റിയിലേക്ക് അല്പം തേങ്ങ ഇട്ട് കൊടുക്കുക, നമ്മൾ കുഴച്ച് വെച്ച പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. ശേഷം പാനിയിലെ വെള്ളം തിളച്ചു തുടങ്ങിയാൽ ഈ കുറ്റി അതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. അരിപ്പുട്ടിന് നമ്മൾ 3 മിനിറ്റാണ് വേവിച്ചെടുത്തത്, ഗോതമ്പ് പുട്ടിന് 4 മിനിറ്റ്. എന്നാൽ റാഗിപ്പുട്ടിന് 5 മിനിറ്റ് മുഴുവനായിട്ടും വേവണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ റാഗിപ്പൊടിക്ക് വേവുണ്ട്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കുക. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ആ കുറ്റിയുടെ മുകളിലായിട്ട് 2 മിനിറ്റും കൂടെ വെച്ച് എടുക്കുക. എന്നിട്ട് ആ പുട്ട് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതുവരെ ചുട്ട പുട്ട് പോലേ അല്ല, അത്രയ്ക്ക് ടേസ്റ്റിലാണ്. ഒരു തവണ ചെയ്ത് നോക്കുക, അപ്പോഴറിയാം. ഇതിന് അപാര രുചിയാണ് കേട്ടോ. ഷുഗറിനാൽ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അരി ആഹാരം വല്ലാതെ കഴിക്കാൻ പറ്റില്ലല്ലോ, അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടാണ് റാഗി പുട്ട്. ഇനി ഓട്സ് പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് ഓട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. റോൾസ് ഓട്സ്. ഓട്സ് പുട്ട് തയ്യാറാക്കുന്നതിന് ഓട്സ് ഏതും ആവാം കേട്ടോ. ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലപോലെ പൊടിയൊന്നും വേണ്ട കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ തരിയായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇതിനൊന്ന് നനച്ചു കൊടുക്കണം. അതിനു മുമ്പായി 2 കപ്പ് പൊടിയാണ്, 2 കപ്പ് ഓട്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/2 കപ്പ് ഓട്സ് പൊടി മാറ്റി വെക്കണം. എന്നിട്ടാണ് നനച്ചെടുക്കുന്നത്. ഓട്സ് പൊടി നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട കിട്ടും കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ കട്ട കിട്ടും, പശ പോലെ കയ്യിലൊട്ടുകയും ചെയ്യും. ഇതിനെ ഒരു 20 മിനിറ്റ് സമയം മാറ്റി വെക്കണം നനച്ചതിന് ശേഷം. ഈ പറഞ്ഞ 20-30 മിനിറ്റിന് ശേഷമാണ് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഈ 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പൊടി ഒന്ന് ഡ്രൈ ആയി വരും കേട്ടോ. വല്ലാതെ ഡ്രൈ ആയി വരുന്നില്ല, എന്നാലും വല്ലാതെ ഒട്ടലൊന്ന് മാറിക്കിട്ടും. ഒന്നിച്ചിത് മിക്സിയിലിട്ട് നോക്കി, പക്ഷെ ഇത് ഒന്നിച്ച് മിക്സിയിൽ പോവില്ല. കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പൊടി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്നും ആദ്യം കുറച്ച് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് നനച്ച ഓട്സ് പൊടി ഇട്ട് കൊടുക്കുക, വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 2 തവണകളായിട്ട് ഇത് ക്രഷ് ചെയ്തെടുക്കുക. അങ്ങനെ 2 തവണ ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല തരിപ്പായിട്ടുള്ള പുട്ടുപൊടി നമുക്ക് തയ്യാറായി കിട്ടും. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി ഇത് നനച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെള്ളത്തിൻ്റെ നനവ് നല്ല പോലെ ഉണ്ട്, എന്നാൽ കട്ട കുത്തിയിട്ടുമില്ല. ഇനിയാണ് ഇതുകൊണ്ട് പുട്ട് ചുട്ടെടുക്കേണ്ടത്. ഇതിന് മുമ്പ് കാണിച്ച പോലെ തന്നെ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക, ഈ പൊടി ഇട്ട് കൊടുക്കുക, അങ്ങനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. പുട്ട് ചുട്ടെടുക്കുക. ഇതിന് 5 മിനിറ്റ് സമയം വേണം കേട്ടോ. ഈ പുട്ട് ചുട്ടെടുക്കാനും 5 മിനിറ്റ് സമയം വേണം. അപ്പോഴാണ് നല്ലപോലെ വേവാവുകയുള്ളൂ. ആ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. ഇത്രയും വിശദമായി പറയുന്നത്, എല്ലാവരും പുട്ട് വേവിച്ചെടുക്കുന്നത് ഒരുപോലെയല്ല, എല്ലാവരും പുട്ടിന് കുഴച്ചെടുക്കുന്നതും ഒരുപോലെയല്ല. 3 കഷ്ണങ്ങളായിട്ടാണ് പുട്ട് വേവിച്ചെടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് വരുന്ന പുട്ട് വേവായിട്ടില്ല, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നു എന്നത്. കൂടുതൽ സമയം വേവിച്ചാൽ പുട്ട് ഡ്രൈ ആയി പോകും മുകളിലെ എന്നുള്ളത്. എങ്ങനെയാണ് കൂടുതൽ സമയം വേവിച്ചാൽ പുട്ടിന് മുകളിലുള്ളത് ഡ്രൈ ആയി പോകുന്നത്? ഒന്നും കൂടെ സോഫ്റ്റ് ആയി വരികയല്ലേ ഉള്ളൂ. പക്ഷെ കുഴക്കേണ്ട രീതി ശരിയാകാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പെണ്ണുങ്ങൾക്ക് പുട്ടിന് കുഴക്കുന്നത് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു, എല്ലാ വീട്ടിലും 3-4 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം പുട്ടായിരിക്കുമെന്ന്. പക്ഷേ പുട്ട് പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ഇതുപോലെയൊന്ന് കുഴച്ചു നോക്കുക, ഇതുപോലെയൊന്ന് ചുട്ടു നോക്കുക, വേവിച്ചു നോക്കുക. അപ്പോൾ അറിയാം പുട്ടിൻ്റെ മാറ്റങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ, ഇത് ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.